ഗതസമനിൽ വെച്ചിട്ട് യേശു കർത്താവിനെ തിരയാൻ വന്നവർ ആരാ യേശു കർത്താവ് എന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ഞാനാകുന്ന യേശു കർത്താവ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പിടിക്കാൻ വന്നവൻ താഴെ വീണു. അപ്പോഴേ എൻ്റെ യേശു കർത്താവിന് ഓടി രക്ഷപ്പെടാമായിരുന്നു. യേശു കർത്താവിന് ബോധം വീഴുന്നവരെ അവരെ കാത്തു നിന്ന്. എന്നിട്ട് യേശു കർത്താവ് പത്രോസ് ഒരുത്തൻ്റെ ചെവി അവന്റെ വാള് കൊണ്ട് വെട്ടിയെടുത്തപ്പോൾ ആ ചെവിയുടെ മുന്നിൽ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്തത് കണ്ട്. എന്നിട്ടും അവന്മാർ യേശുവിനെ മനസ്സിലാക്കിയില്ല. ഇത് ദൈവം അനുവദിക്കണതൊക്കെ നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ വെട്ടാമെന്നവന്റെ മുന്നിലാണ് വലിയ ഒരു അത്ഭുതം നടന്നത്. യേശു കർത്താവ് ഉയർത്തത് നമ്മളെ ഉയർപ്പിക്കാൻ കയറിയാണ്. ആരും കാണാൻ വേണ്ടിയിട്ട് എന്നെ കല്ലറയിൽ വെച്ചിട്ട് എന്തായി എന്ന് ചോദിക്കാമെന്നല്ല എൻ്റെ യേശു. എന്നെയും നിങ്ങളെ ഓർത്തിട്ട ഇന്ന് ഞാനും നിങ്ങളെ സന്തോഷിക്കുന്നതിന്റെ കാര്യം, ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആ ഉയർപ്പിന്റെ ശക്തിയോടെ ജീവിക്കുന്നവരാ. അവനെ പിതാവ് ഉയർപ്പിച്ചപ്പോൾ അവരോട് കൂടെ എന്നെ ഉയർപ്പിച്ചു. ആ ഉയർപ്പിന്റെ ശക്തിയിൽ ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ, എനിക്ക് ഇത്രേ ചെയ്യാൻ കഴിയാൻ പറ്റുന്നുള്ളൂ എന്നല്ല വിഷമേ എനിക്കുള്ളൂ. പക്ഷെ ഉയർപ്പിന്റെ ശക്തിയുള്ളവൻ വിശ്വസിക്കുന്നവൻ സകലതും ചെയ്യും. നിന്റെ ഐഡന്റിറ്റിക്ക് നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നീ ലോകത്തെ കീഴ്മേ മറിച്ചിടും. അതുകൊണ്ടാണ് വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത്, അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നത്, ലോകത്തെ കീഴ്മേ മറിക്കുന്നവർ ഇവിടെയും വന്നെന്ന്.